അമ്മയുടെ സ്വഭാവത്തിന് ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റമെന്ന് വെച്ചാ പ്രകടമായ മാറ്റം. സിയയുടെ വീട്ടിൽ വെച്ച് ഞാനത് കണ്ടു. മുൻപൊരു പ്രഭാവതി ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ഉൾപ്പെടെയുള്ളവരെ വിറപ്പിച്ച പ്രഭാവതി. ഇത് അതിലും മുകളിലാ. അന്നത്തെ പ്രഭാവതിയില് കുറച്ച് നെഗറ്റീവ് അംശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ പോസിറ്റീവ് മാത്രം. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ ഇടയ്ക്ക് എവിടെ പോകുന്നുണ്ട്. ഇനി വല്ല മോട്ടിവേഷൻ ക്ലാസ്സിലേക്കാണോ എന്തോ. ഇവിടെ വന്നതിന്റെ ആദ്യ ദിവസങ്ങളിൽ അമ്മയാകെ തകർന്നടിഞ്ഞിട്ടായിരുന്നു. ഒരു ശൂന്യതയായിരുന്നു അമ്മയ്ക്ക്. ഇപ്പൊ ഫുൾ ചാർജിലാ. ചന്ദ്രമതി എന്റെ ആണല്ലോ. ഹലോ, ത്യാഗരാജൻ എവിടെയാ? എന്താ ആന്റി? നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരൂടി. ആന്റി കണ്ടുപിടിച്ചു. അത് ഞങ്ങളുടെയും കൂടി ആവശ്യം. നീയും പ്രഭാവതിയും കൂടി സിയെ കാണാൻ പോയതൊക്കെ അറിഞ്ഞു. അത് മാത്രമേ സിയെ പറഞ്ഞുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ നടന്നു. സിയെ നേരി കാണുകയാണെങ്കിൽ അടിമുടി ഒന്ന് ശ്രദ്ധിച്ചാ മതി. അപ്പൊ ശരിക്കും മനസ്സിലാവും. ആരാ മോളെ? ചന്ദ്രമതിയാണോ? ചന്ദ്രമതി, ഈ പാവം പിള്ളേരെ വിട്ടേക്ക്. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ പോരെ? എന്റെ നമ്പർ കയ്യിലില്ലേ? നിന്റെ നമ്പറൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഇനി ഒന്നും ചെലവാവാൻ പോകുന്നില്ല. ഓ, അങ്ങനെയാണോ? എന്റെ കൺവെട്ടത്ത് വന്നാലേ നീ വിവരം അറിയും. ചന്ദ്രമതി, ആ പഴയ പ്രഭയല്ല നിന്നോട് സംസാരിക്കുന്ന ഈ പ്രഭാവതി. ഓഹോ, നീ എന്താ പറഞ്ഞേ? നിന്റെ കൺവെട്ടത്ത് വന്ന വിവരം അറിയുന്നു. എന്നാൽ അതൊന്നും അറിയണമല്ലോ. അറിയിച്ച് തരാ ഞാൻ. എന്തായാലും നീ ഇപ്പൊ ഫോൺ വെക്ക്. ഞാൻ നിന്റെ കൺവെട്ടത്ത് വരാൻ പോവാ, തേവക്കാട്ടേക്ക്. ഇവിടുന്ന് അവിടെ എത്താൻ എത്ര സമയം വേണോ അത്രയും സമയം മാത്രം. നമുക്ക് മുഖതാവിൽ സംസാരിക്കാം. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. നന്ദ, ഞാൻ തേവക്കാട്ടേക്ക് പോവാ. അമ്മ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? പിന്നല്ലാതെ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വെറുതെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തേവക്കാട്ടേക്ക് പോകുന്നു. അമ്മ വേണ്ട, ഈ രാത്രി പോവണ്ട. അല്ലെങ്കിൽ നേരൊന്ന് വെളുത്തോട്ടെ. രാത്രിയും പകലും ഒന്നും ഇപ്പൊ അമ്മയ്ക്ക് വ്യത്യാസം തോന്നാറില്ല മോളെ. ഒരു പേടിയും തോന്നുന്നില്ല. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലുമെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ പോണം. അമ്മേ, ഇതൊരു വാശി പോലെ എടുക്കണ്ട. ജീവിതത്തോടൊരു വാശി വേണം, എന്നാലേ ജയിക്കാൻ പറ്റൂ. അപ്പൊ ശരി, ആരോടും പറഞ്ഞു വലിയ വാർത്തയാക്കണ്ട. ഞാൻ ഉടൻ വരും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ വരാം. ഏയ് വേണ്ട, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്നതാ ചില സമയങ്ങളിൽ നല്ലത്. പോയിട്ടുടൻ വരാം. എന്നാ പിന്നെ ശരി, ഞാൻ ഇറങ്ങാം. നന്ദു, അമ്മ ഒറ്റയ്ക്ക്? അമ്മ നല്ല ധൈര്യത്തോടല്ലേ പറയുന്നേ. പോയിട്ട് വരട്ടെ.